ഫോറൻസിക് അക്കൗണ്ട്സ് മൂന്നാം ഭാഗത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഈ സംഭവം നടന്നത് ഖത്തറിലെ ഒരു ഇലക്ട്രോണിക്സ് കമ്പനിയിലാണ്. ആ കമ്പനിയിൽ അവർക്ക് ഹോൾസെയിൽ വിൽക്കുകയാണ്. ഹോൾസെയിലായിട്ട് ഇലക്ട്രോണിക്സ് സാധനങ്ങൾ വിൽക്കുകയാണ് മെയിൻ ബിസിനസ്. ഒരു ദിവസം അവിടെ കസ്റ്റമർ വരികയും ആ കസ്റ്റമർക്ക് ഒരു പുതിയൊരു ഷോറൂം ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് കുറച്ച് സാധനങ്ങൾ കടമായിട്ട് വേണമെന്നെല്ലാം പറഞ്ഞു. ഒരു മാനേജറെ ചോദിച്ചു. ഒരു ധാരണയിലെത്തി 2 മാസത്തെ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് കൊടുക്കാം, അതിനുള്ള സാധനങ്ങൾ കൊടുക്കാമെന്നൊക്കെ അവർ പറഞ്ഞു. അതുപ്രകാരം കസ്റ്റമറുടെ ഷോറൂം സന്ദർശിക്കുകയും നല്ല വലിയ രീതിയിലുള്ളൊരു ഷോറൂം അവർ കാണുകയും ചെയ്തതുകൊണ്ട് തന്നെ സാധനങ്ങൾ അവർക്ക് സപ്ലൈ ചെയ്യുകയും 2 മാസം കഴിഞ്ഞപ്പോൾ ആ ചെക്ക് ബാങ്കിൽ ഇടുന്ന സമയത്ത് റിട്ടേൺ ആവുകയും ചെയ്തു. ഫണ്ടില്ലാത്തതിൻ്റെ പേരിൽ റിട്ടേൺ ആയി, അതായത് ബോണസായി. ഈ സമയത്ത് അവർ വിളിച്ചു, കസ്റ്റമർ വിളിച്ചു, ഒരു ആൻസറുമില്ല. അപ്പോൾ കമ്പനിയുടെ സ്റ്റാഫ് അവരുടെ ഷോറൂമിൽ പോയി നോക്കുന്ന സമയത്ത് അവിടെ ഷോറൂമും ഇല്ല, കമ്പനിയെല്ലാം കൂട്ടിപ്പോയിട്ടുണ്ട്. ഇവർ 5 ലക്ഷം ഖത്തർ റിയാലിൻ്റെ സാധനങ്ങളാണ് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ 5 ലക്ഷം റിയാലിൻ്റെ സാധനങ്ങളും ഈ കസ്റ്റമർ കുറഞ്ഞ വിലക്ക് മറ്റുള്ള ഇലക്ട്രോണിക് ഷോപ്പുകൾക്കെല്ലാം കൊടുത്ത് അവർ നാട് തന്നെ വിട്ടിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങളുടെ കമ്പനിയിലും സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുക? അതല്ലെങ്കിൽ ഒരു കസ്റ്റമർ നല്ലൊരു ഓർഡറുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ അവരെ നിരസിക്കണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് സാധനം കൊടുക്കണോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പോംവഴികളുണ്ടോ അവർക്ക് സാധനങ്ങൾ കൊടുക്കാൻ എന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും പല രീതിയിലുള്ള ഫ്രോഡുകൾ ഈ രീതിയിൽ നടക്കുന്നുണ്ട്. ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനി എന്നെ ഡയറക്റ്റ് സമീപിച്ചിട്ടുണ്ട്. 10,000 രൂപയുടെ വില്ല നിങ്ങൾ 6 മാസത്തെ അഡ്വാൻസ് തരികയാണെങ്കിൽ 8,000 റിയാൽ ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട്, അത് എൻ്റെ കമ്പനിക്ക് വേണ്ടിയിട്ട് തരാമെന്ന് പറഞ്ഞ് എന്നെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പല ഫ്രോഡും ഗൾഫിലും നമ്മുടെ നാട്ടിലെല്ലാം നടക്കുന്നുണ്ട്. ഗൾഫിൽ പ്രത്യേകിച്ച് നടക്കുന്നുണ്ട്. UAE-യിലാണെങ്കിലും ഖത്തറിലാണെങ്കിലും ബഹ്റൈനിലാണെങ്കിലും സൗദിയിലാണെങ്കിലും എല്ലാം ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പല ആൾക്കാർക്കും ഇങ്ങനെ ക്യാഷ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു പരിഹാരമുണ്ടോ? ഇതിന് 2 രീതിയിൽ പരിഹാരങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ പരിഹാരം, ഏതൊരു രാജ്യത്തും ക്രെഡിറ്റ് ബ്യൂറോ എന്നൊരു സംഭവമുണ്ട്. ഈ ക്രെഡിറ്റ് ബ്യൂറോയിൽ ചെന്ന് അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ചോദിക്കുകയാണെങ്കിൽ ഈ കമ്പനി എന്നാണ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിട്ടുള്ളത്, എത്ര ബാങ്കിൽ അവർക്ക് അക്കൗണ്ട് ഉണ്ട്, എത്ര ബാങ്കിൽ അവർക്ക് ചെക്ക് ബോണസ് ആയിട്ടുണ്ട്, റിപ്പോർട്ട് കിട്ടും. ഈ റിപ്പോർട്ട് നിങ്ങൾ കസ്റ്റമറോട് കൊണ്ടുവരാൻ പറയുകയാണെങ്കിൽ അവർ ഫ്രോഡാണെങ്കിൽ ഒരിക്കലും അവർക്ക് കൊണ്ടുവരാൻ പറ്റില്ല, അവർക്ക് സാധിക്കില്ല. രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങൾക്ക് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് ഗൾഫിലാണെങ്കിലും നമ്മുടെ നാട്ടിലാണെങ്കിലും എല്ലാം അത് ബോണസ് ആയി കഴിഞ്ഞാൽ ക്രിമിനൽ കേസാണ്. UAE-യിലെ നമ്മുടെ ഗൾഫ് രാജ്യത്തും പല രാജ്യങ്ങളിലും ക്രിമിനൽ കേസാണ്. അത് ഫണ്ടില്ലാതെ മടങ്ങാൻ പാടില്ല. ഫണ്ടില്ലാതെ മടങ്ങി കഴിഞ്ഞാൽ എന്താണ്, ഇത് പോലീസ് കൊടുത്തു കഴിഞ്ഞാൽ അത് കേസായി. ഇതുകൊണ്ട് തന്നെ പല ബിസിനസ്മാരും നോക്കുന്നത് പോസ്റ്റ് ഡേറ്റഡ് ചെക്കാണ്. അപ്പോൾ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് സെക്യൂരിറ്റി ആയി എന്നാണ് നമ്മൾ പലരും വിചാരിക്കുന്നത്. ഈ കസ്റ്റമർ തന്നെ ഇല്ലെങ്കിൽ പിന്നെ ആരെയാണ് കേസ് കൊടുക്കുക, ആരെയാണ് അറസ്റ്റ് ചെയ്യുക, ആരോടാണ് ഫാമിലി ചോദിക്കുക? ഇങ്ങനത്തെ സംഭവം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഒന്നാമത് ചെയ്യേണ്ടത്, ഒന്ന് ആ രാജ്യത്തെ ക്രെഡിറ്റ് ബ്യൂറോയിൽ നിന്ന് റിപ്പോർട്ട് ചോദിക്കുക. അതല്ലെങ്കിൽ LC ഓപ്പൺ ചെയ്യാൻ പറയുക. എന്താണ് LC? അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു വിവരം മറ്റൊരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതാണ്. നിങ്ങളുടെ കമ്പനിയും നിങ്ങളുടെ പണവും സുരക്ഷിതമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇനി അടുത്ത ഭാഗത്തെ വീഡിയോയിൽ നമുക്ക് കാണാം.